ടൈറ്റാനിക് കാണാനുള്ള യാത്രയിൽ തകർന്ന ടൈറ്റൻ പേടകം ആർക്കും അങ്ങനെ പെട്ടെന്ന് മറക്കാനാവില്ല അല്ലേ? 5 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം. ഇപ്പോഴിതാ ടൈറ്റൻ പേടകം തകരാനുണ്ടായ കാരണത്തെക്കുറിച്ച് സൂചന നൽകുകയാണ് ഗവേഷകർ. ഓഷൻ ഗേറ്റ് കമ്പനി നിർമ്മിച്ച ടൈറ്റൻ പേടകം തകർന്ന് കമ്പനി സ്ഥാപകൻ ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ട ദുരന്തം നടന്നിട്ട് ഏകദേശം 1 വർഷമാവുകയാണ്. ലോകത്തെ ഞെട്ടിച്ച ആ ദുരന്തം ജൂൺ 18-നായിരുന്നു. പേടകത്തിൽ ഇവർ ഇരുന്ന പ്രഷർ ചേംബറിലുണ്ടായ തകരാർ സ്ഫോടനത്തിന് കാരണമായെന്നായിരുന്നു നിഗമനം. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്ത തകർന്ന ടൈറ്റൻ ജലപേടകത്തിന്റെ അവശിഷ്ടങ്ങൾക്കൊപ്പം ലഭിച്ച യാത്രികരുടെ ശരീരാവശിഷ്ടങ്ങളുടെ DNA പരിശോധന US അധികൃതർ നടത്തിയിരുന്നു. സമുദ്ര ദുരന്തത്തിന്റെ ദുരൂഹത ഇതുവരെ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴിതാ ഓഷൻ ഗേറ്റിന്റെ ടൈറ്റൻ പേടകം മൈക്രോ ബഗ്ലിങ്ങിന് ഇരയായിരിക്കാമെന്നാണ് ടെക്സസ് സർവകലാശാലയിലെ ഗവേഷകർ പറയുന്നത്. ജലം പോലെയുള്ളവ വസ്തുക്കളിൽ ചെലുത്തുന്ന അതിസമ്മർദ്ദത്തിൽ ഒരു മെറ്റീരിയലിൽ ഉണ്ടാകുന്ന ചെറിയ രൂപഭേദങ്ങളെയാണ് മൈക്രോ ബഗ്ലിംഗ് സൂചിപ്പിക്കുന്നത്. സബ്മർസിബിളിന്റെ കാർബൺ ഫൈബറുകളിലായിരിക്കും ഇവ സംഭവിച്ചത്. നിർമ്മാണ സമയത്ത് ശ്രദ്ധിക്കപ്പെടാതെ പോയതോ കാലക്രമേണ രൂപപ്പെട്ടതോ ആയ അപൂർണതകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയതാവാം. ഏകദേശം 13,000 അടിയിലുള്ള സമുദ്രത്തിന്റെ മർദ്ദം വളരെ വലുതായിരിക്കും. ഈ ചെറിയ അപൂർണതകൾ കാർബൺ ഫൈബർ അകത്തേക്ക് വളയുന്നതിന് കാരണമാകുന്ന ദുർബലമായ പോയിന്റുകളായി പ്രവർത്തിക്കുമായിരുന്നു. ടൈറ്റന്റെ രൂപകൽപ്പനയിൽ സംയുക്ത സങ്കരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരമ്പരാഗത ലോഹങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത്തരം മെറ്റീരിയൽ മൈക്രോ ബഗ്ലിങ്ങിന് കൂടുതൽ വിധേയമാകുമെന്ന് ചില വിദഗ്ധർ വിശ്വസിക്കുന്നു. ഇതൊരു സിദ്ധാന്തം മാത്രമാണെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ടൈറ്റൻ ദുരന്തത്തിന്റെ കാരണം കൃത്യമായി കണ്ടെത്താൻ അന്വേഷകർക്ക് കഴിഞ്ഞിട്ടില്ല. രൂപകൽപ്പനയിലെ ബലഹീനതകൾ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഘടനാപരമായ പരാജയം പോലുള്ള മറ്റ് ഘടകങ്ങളും ഉൾപ്പെട്ടിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.